ക്വസ്റ്റ്യൻ നമ്പർ 8 തെർമോഡൈനാമിക്സ് എന്നുള്ള ചാപ്റ്ററിലെ വളരെ ബേസിക് ആയൊരു ക്വസ്റ്റ്യൻ ആണിത്. 2 ഐസോബാറിക് പ്രോസസ്സ് തന്നിട്ടുണ്ട്. ഒരേ മാസ് ഓഫ് ഐഡിയൽ ഗ്യാസ് ആണ്, സെയിം മാസ് ആണ് ഐഡിയൽ ഗ്യാസിൻ്റെ. എങ്കിൽ താഴെ പറയുന്ന ഓപ്ഷനിൽ ഏതാണ് കറക്റ്റ് എന്നാണ് ചോദ്യം. നോക്കൂ, ഈ ഗ്രാഫ് ഐഡിയൽ ഗ്യാസ് ആയതുകൊണ്ട് തന്നെ ഇതിന് അപ്ലൈ ആവുന്ന ഇക്വേഷൻ PV = nRT ആയിരിക്കും. N എന്ന് പറഞ്ഞാൽ നമ്പർ ഓഫ് മോൾസ്. അപ്പോൾ ഗിവൺ മാസ് ഡിവൈഡഡ് ബൈ മോളാർ മാസ് ഇൻറ്റു RT. ഇപ്പോൾ ഇവിടെ നോക്കിയാൽ മനസ്സിലാവുന്ന ബേസിക് ആയൊരു കാര്യം, ഒരു പർട്ടിക്കുലർ വോളിയത്തിൽ അപ്പോൾ നമ്മൾ ഇങ്ങനെ ഒന്ന് എടുക്കുക. നോക്കൂ, ഒരു കോൺസ്റ്റൻറ്റ് വോളിയം അസ്യൂം ചെയ്യുക. ആ കോൺസ്റ്റൻറ്റ് വോളിയത്തിൽ ഇയാളുടെ ടെമ്പറേച്ചർ ഇത്രയേ ഉള്ളൂ, P2ൻ്റെ ടെമ്പറേച്ചർ T2. P1ന് കറസ്പോണ്ടിങ് ആയ ടെമ്പറേച്ചർ T1. ആരാ വലുത്? T1 ആണ് വലുത് അല്ലേ? ആരാണ് വലുത്? T1 ആണ് വലുത്. അപ്പം ഒരു പർട്ടിക്കുലർ വോളിയത്തിൽ ടെമ്പറേച്ചർ ആർക്കാണ് കൂടുതൽ? P1-നാണ് കൂടുതൽ. അപ്പോൾ അയാൾക്കായിരിക്കും പ്രഷർ കൂടുതൽ. റെഡി? കാരണം ബാക്കിയുള്ളവർക്ക് കോൺസ്റ്റൻ്റ് ആണ്. ആർക്കാണോ ടെമ്പറേച്ചർ കൂടുതൽ അയാൾക്കായിരിക്കും പ്രഷർ കൂടുതൽ. അപ്പോൾ ഒരു പർട്ടിക്കുലർ വോളിയം എടുക്കുക, ആ വോളിയം ഞാൻ ഇങ്ങനെ മാർക്ക് ചെയ്ത് നോക്കുക. ആ മാർക്ക് ചെയ്ത് നോക്കുന്നതിൽ ഏറ്റവും കൂടുതൽ ടെമ്പറേച്ചർ ഉള്ള ആൾക്കായിരിക്കും ഏറ്റവും കൂടുതൽ പ്രഷർ. അങ്ങനെ നോക്കുമ്പോൾ P1 > P2 ആണ്. ഈ ഗ്രാഫിൻ്റെ സ്ലോപ്പൊക്കെ വെച്ചും ഇത് വിശദീകരിക്കാം. അതിനേക്കാൾ വളരെ ബേസിക് ആയ പരിപാടിയാണ്. ഇനി തിരിച്ചു നോക്കിയാലും പറ്റും. ഒരു പർട്ടിക്കുലർ ടെമ്പറേച്ചറിൽ ആർക്കാണോ ടെമ്പറേച്ചർ കോൺസ്റ്റന്റ് എന്ന് പറഞ്ഞാൽ അപ്പോൾ ഇതും കോൺസ്റ്റന്റ്, ഇതും ഒക്കെ കോൺസ്റ്റന്റ് ആയി. ഞാൻ ഈ ഒരു ലൈനിൽ ഇങ്ങനെ എടുക്കുകയാണെങ്കിൽ അതിലാർക്കാണ് ഏറ്റവും കുറവ് വോളിയം? V1-ന്. P1ൻ്റെ കറസ്പോണ്ടിങ് ആയിട്ടുള്ള V1-ന്. ഇയാൾക്കാണ് കൂടുതൽ വോളിയം V2-ന്. അപ്പം ഇവിടെ PV ഒരു കോൺസ്റ്റന്റ് ആണ്. അപ്പോൾ V കൂടുതലുള്ള ആൾക്ക് P കുറവായിരിക്കും. V കൂടുതലുള്ളത് P2-നാ, അപ്പോൾ അയാൾക്ക് P കുറവായിരിക്കും. V കൂടുതലുള്ള ആൾക്ക് P കുറവ്, അപ്പോൾ P2 കുറവ്. പലതരത്തിൽ ഇത് ഐഡൻറ്റിഫൈ ചെയ്യാം. ഗ്രാഫിനെ അനലൈസ് ചെയ്യാനുള്ള ബേസിക് ടെക്നിക്കുകൾ അപ്ലൈ ചെയ്താൽ മാത്രം മതി. സോ ആൻസർ ഈസ് ഓപ്ഷൻ 4.